شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലിലാണുള്ളത്. 4-ാമത്തെ ആയത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. പരിശുദ്ധ ഖുർആൻ തർത്തീലായിട്ട് ഓതണം. സാവധാനം ചിന്തിച്ച് അർത്ഥമൊക്കെ അറിഞ്ഞ് മട്ടത്തിൽ ഓതണം എന്നതാണ് അതിൻ്റെ ആശയം എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. പരിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, ഒരു പേജ് പോലും. അത് പലവർക്കും സൗകര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ അളവ് വ്യത്യാസപ്പെടാം. അതൊരു ചര്യയായി മിനിമം ഒരു പേജെങ്കിലും ഓതാത്തൊരു ദിവസം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ദിനേന ഓതുന്ന സൂറകൾ അത് വേറെ കേട്ടോ, അത് എന്തായാലും ഓതണം. പതിവാക്കുന്ന സൂറകൾ അത് അങ്ങനെ തന്നെ കൊണ്ടു നടക്കണം. അതിന് പുറമെ പേജ് ബൈ പേജായിട്ട് ഖത്മ് തീർക്കാൻ വേണ്ടി ഓതിപ്പോകുന്ന ഒരു ശൈലി കൂടെ നമുക്കുണ്ടാവണം. അത് ഓരോ ഭാഗമാക്കി നിശ്ചിത ഭാഗങ്ങളാക്കി തിരിച്ച് നമുക്ക് അങ്ങനെ വിഭജിക്കാമല്ലോ. അതിനാണല്ലോ ജുസ്ഉകൾ ഉണ്ടാക്കിയത്, അല്ലേ? ഓതുന്ന ആളുടെ സൗകര്യത്തിനോട് ഖത്മ് തീർക്കാനുള്ള സൗകര്യത്തിനോട് ജുസ്ഉകളാക്കിയത്, റുബുകളാക്കിയത്, അതുപോലെ തന്നെ ഹിസ്ബുകളാക്കിയത് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്, ഓരോ ഭാഗങ്ങളായിട്ട്. രാവും പകലും ഓതണം എന്നാണ്. നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ പരിശുദ്ധ ഖുർആൻ ഓതണം. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ശരിക്കും നമുക്ക് ഓതാം, യാത്ര പോകുന്ന സമയത്ത് ഓതാം, അല്ലേ? ഖത്മകൾ തീർക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മഹാന്മാരായ പൂർവികരായ ആളുകൾ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആ വിഷയത്തിൽ. 2 മാസത്തിൽ ഒരു തവണ തീർക്കുന്നവരുണ്ട്, 1 മാസത്തിൽ ഒരു തവണ തീർക്കുന്നവരുണ്ട്, 10 ദിവസത്തിലെങ്കിലും തീർക്കുന്നവരുണ്ടായിരുന്നു, 8 ദിവസത്തിലും 7 ദിവസത്തിലും തീർക്കുന്നവരുണ്ടായിരുന്നു, 4 ദിവസത്തിൽ തീർക്കുന്നവരുണ്ടായിരുന്നു, 3-ലും ഒരു രാത്രി ഒരൊറ്റ രാവും പകലും കൊണ്ട് തീർക്കുന്ന മഹാന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവരൊക്കെ. അപ്പോൾ നമ്മൾ ഖത്മകൾ തീർക്കുക എന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഒരു മാസത്തിൽ ഒന്നാണെങ്കിൽ മാഷാ അല്ലാഹ് വളരെ നന്നായി. ഇനി അതിലേറെ ചുരുക്കാൻ കഴിയുമെങ്കിൽ 2 ആഴ്ചയിലാണെങ്കിൽ ഒന്ന്, അത് വളരെ ഉഷാറ് തന്നെ കേട്ടോ. ഒരു മീഡിയം പറഞ്ഞതാണ്. ഒരു മാസത്തിൽ ഒരു ഖത്മകൾ, ഓരോ ദിവസം ഓരോ ജുസ് ഓതിയ പോരെ. സുബ്ഹാനല്ലാഹ്. സമയത്തിൽ ബർക്കത്ത് ലഭിച്ചിരുന്ന മഹാന്മാരായ ഉലമാക്കളും സൂഫിയാക്കളും ആരിഫീങ്ങളും ഔലിയാക്കളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ദിവസം തന്നെ 1-ലധികം ഖത്മുകൾ തീർത്തിരുന്നതാണ്, ഒറ്റ ദിവസം. അത് അവരുടെ ഒരു ബറക്കത്താണ്, അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പ്രത്യേക കഴിവാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. സമയത്തിൽ ബർക്കത്ത് ലഭിച്ച മഹാന്മാരായ ആളുകൾ. ളുഹറിൻ്റെയും അസ്റിൻ്റെയും ഇടയിലും മഗ്രിബിൻ്റെയും ഇശാൻ്റെയും ഇടയിലൊക്കെ ഖത്മ് തീർത്ത മഹാന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആളുകളാണ്. അതായത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അത്ര എത്താൻ കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാലോ. ഏതായാലും പിന്നെ ആ ഓതുന്നതോട് കൂടെ തന്നെ മാക്സിമം പരമാവധി അർത്ഥങ്ങൾ അറിയാനും ആശയങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ സാവകാശം പാരായണം ചെയ്യുക. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഒരുപാട് ബിസിയായ ആളുകളുണ്ടാവും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. അവരുടെ ആ സമയങ്ങൾക്കനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലേ? ഇപ്പം മുസ്ലിമുകളുടെ പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്ന ആളുകൾ, ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾ, ജഡ്ജിമാർ, വിധിന്യായങ്ങൾ നോക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ചില ജോലികൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യണം? അതിന് വിഘാതമാവാത്ത രീതിയിൽ ഖുർആന് സമയം കണ്ടെത്തണം, ഖുർആൻ ഓതാൻ. ഇത്തരം പൊതുസേവന ബാധ്യതകളില്ലാത്ത ആളുകൾ ഖുർആൻ കൂടുതൽ ഓതുന്നതിന് സമയം കണ്ടെത്തണം. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിലെന്ത് ചെയ്യാൻ പാടില്ല? മടുപ്പോ വിമുഖതയോ ഒന്നും വരാത്ത വിധം ആ സമയം നമ്മൾ ക്രമീകരിക്കണം. ഇനി ഒരു ജോലി ഇല്ലാതെ ഇരിക്കണം, പ്രായമൊക്കെ റിട്ടയറായി വീട്ടിലിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഖത്മുകൾ എമ്പോഴും തീർത്തുകൊണ്ടിരിക്കണം. മാസത്തിൽ ഒരു തവണെങ്കിലും മിനിമം തീർക്കണം, അല്ല? പരിശുദ്ധ ഖുർആൻ എപ്പോഴും ഓതാൻ ആർക്കും ഓതാല. ശുദ്ധിയുള്ള ഒരാൾക്ക് ഏത് സമയത്തും പരിശുദ്ധ ഖുർആൻ ഓതാവുന്നതാണ്.
ഖുർആൻ ഓതാൻ പാടില്ലാത്തൊരു സമയമല്ല. ഒളു ഇല്ലെങ്കിൽ പോലും ഖുർആൻ ഓതാം. തൊടാനാണ് ഒളു വേണ്ടത് അല്ലേ? ഏത് സമയത്തും ഖുർആൻ ഓതാം. പക്ഷേ നിസ്കാരത്തിലാണ് ഏറ്റവും ഉത്തമം എന്നാണ്. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവന് ഓരോ അക്ഷരത്തിനും 100 നന്മ ലഭിക്കും. ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ പാരായണത്തിൽ ഓരോ അക്ഷരത്തിനും 50 നന്മയും ലഭിക്കും. അപ്പോൾ നിന്ന് തന്നെ നിസ്കരിക്കുക. കസാല കാണുമ്പോൾ ഇപ്പോൾ ഇരിക്കൊന്നും വേണ്ട അല്ലേ? നിസ്കാരം പരമാവധി നിന്ന് തന്നെ ഖിയാമ് ഫർളല്ലേ കഴിയുന്ന ആളുകളൊക്കെ വല്ലാത്ത കൂലിയാണെന്ന് അർത്ഥം. അങ്ങനെ നിന്ന് നിസ്കരിച്ച് ഓതുമ്പോൾ ഇത്രയും പ്രതിഫലമാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത്. അതുപോലെ തന്നെ നിസ്കാരത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിൽ അല്ലാത്തപ്പോൾ പിന്നെ ശ്രേഷ്ഠമായ സമയം ഖിറാഅത്തിന് രാത്രിയാണ്. രാത്രി തന്നെ അതിശ്രേഷ്ഠം എപ്പോഴാണ്? പാതിരാത്രിയിലാണ്. പാതിരാത്രി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ്. പകൽ സമയങ്ങളിലോ അത് സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ്. ഇത് ഏറ്റവും ഉത്തമമായ സമയങ്ങൾ പറഞ്ഞു എന്നുള്ള ബാക്കിയുള്ള സമയത്തൊന്നും പറ്റൂല എന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ചില പ്രത്യേകമായ ദിവസങ്ങളിലും ഖുർആനോത്ത് നമ്മൾ കൂടുതൽ കൂട്ടണം. ഫോർ എക്സാമ്പിൾ തിങ്കളാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അറഫയുടെ ദിവസം, റമളാനിലെ അവസാനത്തെ 10, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10, അതുപോലെ തന്നെ റമളാൻ മാസം. ഇത്തരം പുണ്യകരമായ വേളകളിലും സമയങ്ങളിലുമൊക്കെ പരിശുദ്ധ ഖുർആൻ കൂടുതൽ ഓതാൻ ശ്രമിക്കണം. എനിക്ക് ഒരുപാട് കൂലിയുടെ സംഗതിയല്ലേ അല്ലേ? ശഅബാൻ മാസത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആൻ ഓതുന്നവരുടെ മാസം എന്നാണ്. ആ ശഅബാനിൽ എന്തായാലും അത് കൂടുതൽ പാരായണം ചെയ്യണം. നമ്മൾ സാവകാശം പാരായണം ചെയ്യുക. വറത്തിലിൽ ഖുർആന തർത്തീല. ഇതേ അർത്ഥം തന്നെയാണ് മറ്റൊരു ആയത്തിലുള്ളത്. അല്ലദീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. ശരിയായി ഓതേണ്ട രൂപത്തിൽ ഓതുന്ന ആളുകൾ. എങ്ങനെങ്കിലും ഓതി തീർക്കുന്നല്ല, ശരിയായ രൂപത്തിൽ ഓതേണ്ടവർ. എന്താണ് ശരിയായ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ? തജ്വീദ് പാലിക്കണം, അവിടെ അക്ഷരങ്ങൾ സിഫത്തുകൾ പാലിക്കണം, മഖ്റജുകൾ പാലിക്കണം, ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ, ഇഖ്ലാബ്, ഇങ്ങനെ കുറേ നിയമങ്ങളില്ലേ. മണിക്കുക, മറിക്കുക, പിന്നെ ഒളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മറിച്ച് മണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതിൽ വരണം എന്നർത്ഥം. അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് ക്ഷമയോടുകൂടി ഓതുക. എന്താണ് പറയുക, വേഗം തീർന്നു കിട്ടിയാൽ നീച്ചു പോയായിരുന്നു എന്നുള്ള രൂപത്തിലല്ല, അങ്ങനെ ഓതുക. പിന്നെ ഓതാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, അയാൾ തപ്പിപ്പിടിച്ചിങ്ങനെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ഓതുകയാണ്. അയാൾക്ക് 2 കൂലി ഉണ്ട് എന്നല്ലോ. ആ തപ്പിപ്പിടിച്ചതിനുള്ള പ്രയാസപ്പെട്ടിനുള്ള കൂലിയും പിന്നെ ഒന്ന് ഓതിയതിൻ്റെ കൂലിയും. അതേസമയം നല്ല മാഹിറായ ഉഷാറായി ഓതാൻ കഴിയുന്ന ആളോ മാഷാ അല്ലാഹ് അവരുടെ ദറജ വളരെ ഉന്നതിയിലാണ്, മലായിക്കത്തിൻ്റെ കൂടെയാണ് എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ഓതുന്ന സമയത്ത് അർത്ഥം ചിന്തിച്ചാൽ കണ്ണിൽ വെള്ളം നിറയും. അങ്ങനെ കണ്ണീരോടുകൂടെ ഓതുക, പശ്ചാത്താപത്തോടെ ഓതുക. പ്രത്യേകിച്ച് നരകത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, തെറ്റുകൾ ചെയ്തവർക്ക് പുറത്തു കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, ഇന്നല്ലാഹു ഗഫൂർ റഹീം പോലെയുള്ള ഭാഗങ്ങൾ, അവിടേക്ക് എന്ത് ചെയ്യുക? അതൊക്കെ നമുക്ക് അർത്ഥം അറിയുന്ന വിഷയങ്ങളാണല്ലോ. നാറെന്ന് പറഞ്ഞാൽ നരകം എന്നറിയാത്ത ആരുമില്ല, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്ന് അറിയാത്ത ആരുമില്ല, ഗഫൂർ റഹീം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊറുക്കുന്നവനും കരുണാന്തിയുമാണെന്ന് അറിയാത്ത ആരുമില്ല. ഇതൊക്കെ നമുക്ക് അറിയുന്ന, ഇത്തരം അറിയുന്ന വാചകങ്ങളിലെങ്കിലും പദങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധ കൊടുത്ത് അവിടെ മനസ്സുകൊണ്ട് കരയുക, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കരയുക. ഈ കണ്ണുകൊണ്ട് കരയാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും കരയണം എന്നാണ്. അതാണ് വറത്തിലിൽ ഖുർആന തർത്തില എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ എന്താണ് പറയുക ആശയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സഹാബത്തും മുൻഗാമികളൊക്കെ ഇങ്ങനെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. വെറുതെ കരല്ല, ഖുർആൻ കേട്ടിട്ടേ. സുബ്ഹാനല്ലാഹ്. സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും കരയാറുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഓതിത്തരുമെന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹത്തോട് നിങ്ങളൊന്ന് ഓതിത്തരും. അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഓതിത്തരേ? നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിച്ചതിന് ഞങ്ങൾക്ക് ഓതിത്തരാം, നിങ്ങൾ എന്നോട് പറയണോ എന്ന്? ഞാൻ നിങ്ങൾക്ക് ഓതി തന്നാൽ മതിയോ? അങ്ങനെ പറ്റുമോ? ഓതി തരൂലെന്നല്ലാതെ നിൽക്കല്ല ചോദിക്കണത്, ഞാൻ നിങ്ങൾക്ക് ഓതി തരേ എന്ന അത്ഭുതത്തോട് ചോദിക്കണം. ഞാൻ ഓതു എന്ന് പറഞ്ഞു. അപ്പോൾ സൂറത്തുൻ നിസാ ഓതി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് 41-ാമത്തെ ആയത്ത് എത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എല്ലാ ഉമ്മത്തിൽ നിന്നും സാക്ഷികളെ കൊണ്ടുവരികയും ആ ഉമ്മത്തുകൾക്കൊക്കെ നിങ്ങളെ സാക്ഷിയായി ഞാൻ കൊണ്ടുവരികയും ചെയ്യുന്നൊരു സമയം ഒന്നാലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയുണ്ടാവും ആ സമയം എന്ന ആ ആയത്തെത്തിയപ്പോൾ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്ബുക്കൽ ആൻ, മതി, ഇനി നിർത്ത്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് നിർത്തിയിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫൈദാ ഐനാഹു
സുബ്ഹാനല്ലാഹ്, കണ്ണുകൾ ഇങ്ങനെ കരയുന്നു, കണ്ണുന്നിങ്ങനെ കണ്ണുനീർ ഒഴുകുകയാണ്. യാ റബ്ബ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതേപോലെ ആയിരുന്നു. തീരെ നിയന്ത്രിക്കാൻ കഴിയാത്ത, കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. പെട്ടെന്ന് കരഞ്ഞു പോകും. റഖീഖുൽ ഖൽബായിരുന്നു, ലോലഹൃദയനായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹിയൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഒരിക്കൽ സൂറത്ത് യൂസുഫ് ഓതിയിട്ടാണ് കരഞ്ഞിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് കണ്ണുനീര് ഒലിച്ചിട്ട് ഏറ്റവും ബാക്കിലുള്ള സൊഫിലുള്ള ആൾ പോലും ആ കരച്ചിൽ കേട്ടു എന്നാണ്. അന്ന് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഏറ്റവും ബാക്കിലുള്ള ആളുകൾ അവരെ കേട്ടു. യാ അല്ലാഹ്. ചില ആളുകൾക്ക് അപ്പുറം ഓതാൻ കിട്ടൂല കരഞ്ഞിട്ട്, സങ്കടം കൊണ്ട് അപ്പുറം ഓതാൻ കിട്ടൂല. അങ്ങനെ അർത്ഥമറിഞ്ഞുള്ള ഓത്ത് മുസ്തഹബ്ബുൻ മഅൽ ഖിറാഅത്തി എന്ന് ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അൽ ബുകാഉ മുസ്തഹബ്ബുൻ മഅൽ ഖിറാഅ. ഇങ്ങനെ കരയുന്നത്, ഓത്തിന്റെ കൂടെ കരയുന്നത് സുന്നത്താണ്. ചിന്തിച്ചിട്ടേ ഓരോ ആയത്തിങ്ങനെ പറയുമ്പോഴേ അതിൻ്റെ ആശയം മനസ്സിലാക്കി എന്നിട്ട് ഞാൻ നമ്മൾ ഓരോരുത്തരോടും സ്റ്റാൻഡ് അതിൽ നോക്കുക. എൻ്റെ നിലപാടെന്താ റബ്ബേ, എങ്ങനെയാണല്ലോ ഇപ്പോൾ സംഗതി, അപ്പോൾ എൻ്റെ വീഴ്ച, ഞാൻ എത്രമാത്രം വിഷയത്തിൽ വീഴ്ച വരുത്തി, അള്ളാഹു ഇനി അങ്ങനെ ഉണ്ടാവില്ല, പഠിച്ചവനെ നല്ല നിലക്ക് പോകാനുള്ള തൗഫീഖ് തരണം. ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ അത് ഓതുന്ന സമയത്ത് ഉണ്ടാവേണ്ട ചിന്തകൾ. അതുപോലെ തന്നെ ഖുർആനോത്തിന് മറ്റൊരു മര്യാദ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ സജദത്തു തിലാവ, ഓത്തിൻ്റെ സുജൂദ് വന്നാൽ എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. അത് കേട്ടാലും ഓത്തിൻ്റെ സുജൂദ് ഓതിയാലോ ആയത്ത് കേട്ടാലോ സുജൂദ് ചെയ്യണമെന്നാണ് അല്ലേ. അത് നിസ്കാരത്തിലും സുന്നത്താണ്, പുറത്തും സുന്നത്ത്. നിസ്കാരത്തിന് പുറത്താണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ 4 നിബന്ധനകൾ പാലിക്കണം. 1 നിയ്യത്ത് വേണം, 2 തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം, 3 ഒരു സുജൂദ് ചെയ്യണം, 4 ഒരു സലാം കൂട്ടണം. അപ്പോൾ നേരെ എണീറ്റിക്കുക, നിയ്യത്ത് വെക്കുക, അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, ഒരു സുജൂദ് ചെയ്യുക, പിന്നെ സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരിക, സലാം കൂട്ടുക. ഓക്കെ, ഇതാണ് അതിൻ്റെ രൂപം. തക്ബീറത്തുൽ ഇഹ്റാമിൽ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തുക. സുജൂദിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്താതെ തക്ബീർ ചൊല്ലുക. സലാമിന് വേണ്ടി ഇരിക്കുക. നിസ്കാരത്തെ സുന്നത്തുകൾ പാലിക്കുക. ഇതൊക്കെ അതേപോലെ തന്നെ ആ ദിക്റുകൾ ചൊല്ലുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്തുകളുമാണ്. അപ്പോൾ നിസ്കാരത്തിന് പുറത്താണെങ്കിൽ മനസ്സിലായല്ലോ, അതിൽ 4 നിബന്ധനകൾ: നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ് ചെയ്യുക, ഒരു സലാം വിട്ടുക. ഇതാണ് നിർബന്ധം. ഇനി അതിൻ്റെ സുന്നത്തുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഏത്? തക്ബീറത്തുൽ ഇഹ്റാമിന് പിന്നെ കൈ കെട്ടുമ്പോൾ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തുക. സുജൂദിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്താതെ തക്ബീർ ചൊല്ലുക. സലാമിന് വേണ്ടി ഇരിക്കുക. പിന്നെ നിസ്കാരത്തിലുള്ള സുന്നത്തുകളൊക്കെ പാലിക്കുക. പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്നോ അതോടുകൂടെ മറ്റൊരു ദിക്ർ കൂടെ ചൊല്ലുക. സജദ വജ്ഹി ലില്ലദി ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ ചൊല്ലലും സുന്നത്താണ്. വേറെയും ദിക്റുകൾ ചൊല്ലാനുണ്ട്. കഴിയുന്ന ആളുകൾ ചൊല്ലാൻ നമ്മൾ മുമ്പ് ആവശ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലാഹു മക്തുബ് ലി ബിഹാ ഇൻദക അജ്റാ വജ്അൽഹാ ലി ഇൻദക ദുഖ്റാ വല്ലാഹു അന്നി ബിഹാ വിസ്റാ വഖബൽഹാ മിന്നി കമാ ഖബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. അല്ലാഹു ഇതൊക്കെ നീ സ്വീകരിക്കണേ, ഇതിന് വലിയ പ്രതിഫലം നൽകണമേ, ഇതിന് എനിക്കൊരു സൂക്ഷിപ്പ് സ്വത്താക്കി മാറ്റണമേ, ഇത് കാരണം എൻ്റെ തെറ്റുകൾ പൊറുക്കണമേ, ദാവൂദ് നബി അലൈഹി സ്വലാമിൽ നിന്നും സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് സ്വീകരിക്കുന്ന റബ്ബെ എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ചുരുക്കാർത്ഥം. ഏതായാലും ആ സമയത്ത് അവസരോചിതമായ പ്രാർത്ഥനകൾ നമുക്ക് നടത്താം. പിന്നെ എന്താണ് പറയാം, ഇതൊക്കെ നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യാവുന്നതാണ്. അതേപോലെ തസ്ബീഹിൻ്റെ ആയത്തുകൾ ഓതിയാൽ തസ്ബീഹ് ചോദിക്കുക. പ്രാർത്ഥനയുടെ ആയത്തുകളാണെങ്കിൽ പ്രാർത്ഥന അവിടെ ദുആ ചെയ്യുക. നരകത്തിൻ്റെ ആയത്തുകളാണെങ്കിൽ കാവൽ ചോദിക്കുക. ശിക്ഷയെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണെങ്കിൽ കാവൽ ചോദിക്കുക. സ്വർഗം പറയുന്ന ആയത്തുകളാണെങ്കിൽ സ്വർഗം ചോദിക്കുക. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകളാണ്. നമ്മളിപ്പോൾ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് ഓതുമ്പോൾ ഒരു മറുപടി പറയണ്ടേ? ബല വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുമ്പോൾ വലാ ബിഅയ്യി മിൻ ആലാഇക നുകദ്ദിബു റബ്ബനാ വലക്കൽ ഹംദ്. ഇതൊക്കെ പറയൽ പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ ആലോചിച്ച് ഓതുക. ഖുർആൻ മറുപടി കൊടുത്ത് ഖുർആൻ ശ്രദ്ധിച്ച് ഓതുന്ന ഒരു രീതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി നമുക്കിത് സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.